ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പീച്ചിങ്ങ തോല് വെച്ചുള്ള ചമ്മന്തിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: പീച്ചിങ്ങയുടെ തോല്, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, തേങ്ങാ ചിരകിയത്. പാൻ അടപ്പത്ത് വെച്ച് ചൂടാകുമ്പം കടുകിട്ട് പൊട്ടിക്കുക. തീ കുറച്ചിട്ടെ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഇട്ട് കൊടുക്കുക. ഓരോ സ്പൂൺ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പുമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മൂക്കട്ടെ. ഇതിൽ നമുക്ക് വറ്റൽമുളക് ഇടാം. ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇടാം. ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇട്ടു. അതിനുശേഷം നമ്മൾ ചെറിയുള്ളി ഇടുന്നു. പീച്ചിങ്ങ ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. അരമുറി തേങ്ങ അല്ലെങ്കിൽ ഒരു കാൽ ആവശ്യത്തിന് തേങ്ങ. ഇനി തേങ്ങ ഒന്ന് മൂക്കട്ടെ. നമ്മുടെ തേങ്ങയും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കും. അല്പം മുളക് പൊടി, പിന്നെ ശകലം കായപ്പൊടി, ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ചൂടാക്കട്ടെ. ചൂടായതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷമാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടി ഇട്ട് അരയ്ക്കണം. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിന് പുളി, ഞാൻ ഈ പുളിയാണ് ഇവിടെ ചേർക്കുന്നത്. ഏത് പുളി വേണമെങ്കിലും, പിഴുപുളി വേണമെങ്കിലും ഉപയോഗിക്കാം. പിഴുപുളി ആയിരിക്കും നല്ലത്. നമ്മളിതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം അവനവൻ്റെ ആവശ്യത്തിന് എടുക്കുക. നമ്മൾ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന ജാറ് നനവില്ലാത്തതായിരിക്കണം. നമ്മളിതെല്ലാം ചൂടാക്കിയല്ലേ എടുക്കുന്നത്. നനവില്ലാത്ത ജാറിൽ അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ പീച്ചിങ്ങ ചമ്മന്തി റെഡി. നമ്മളിത് അരയ്ക്കുമ്പം വെള്ളം തൊടാതെ വേണം അരയ്ക്കാൻ. അഥവാ അരയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടാവുമല്ലോ, അത് ലേശം ചേർക്കാം.